ഹലോ, ഹായ്, നമസ്കാരം. നോളജ് ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രഞ്ജു. ഞാൻ നിങ്ങളെ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ +2 ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള CBSE ബോർഡ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തിനാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യണത്? അതായത് സാധാരണ പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഫിസിക്സിന്റെ CBSEയുടെ പേപ്പർ വളരെ ടഫാണെന്ന്. അതിനത് ടഫ് ആവാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൺസെപ്റ്റ് മാത്രം ഡെറിവേഷൻസ് മാത്രമാണ് പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് പോകുന്നത്. അതിന് പകരം നിങ്ങളത് പഠിച്ചതിന് ശേഷം ഈ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഒരു പുതിയൊരു പാറ്റേൺ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തോന്നില്ല. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എക്സാം പേപ്പറിൽ അത് ചെയ്യുന്നത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പം നിങ്ങൾ മാക്സിമം ഇത് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററാണ്. അതൊന്ന് പഠിച്ചതിന് ശേഷം ഇത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല അത്ര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളൊന്ന് പഠിച്ചിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും, പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ എല്ലാവരും പഠിച്ചതിന് ശേഷം ഈ വീഡിയോ കാണാം. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A pure silicon crystal having 5 × 10⁻28 atoms per meter cube is doped with 1 parts per million concentration of antimony. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്യുവർ സെമി കണ്ടക്ടർ സിലിക്കൺ എടുത്തിട്ടുണ്ട്. അത് ആ സിലിക്കൺ ക്രിസ്റ്റലിന്റെ 1 മീറ്റർ ക്യൂബിൽ ഇത്രയും ആറ്റംസ് ഉണ്ട്. അതായത് 1 മീറ്റർ ക്യൂബ് ഒരു ഓളിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 മീറ്റർ ക്യൂബ് ഓളിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 × 10⁻28 ആറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് നമ്മൾ 1 ppm മീൻസ് പാർട്സ് പെർ മില്യൺ ആണ്. അത്രയും കോൺസെൻട്രേഷൻ ഉള്ള ആന്റിമണി വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഡോപ്പ് ചെയ്യാണ്. 1 ppm കോൺസെൻട്രേഷൻ ഓഫ് ആന്റിമണി വെച്ചിട്ട് നമ്മൾ അതിനെ സിലിക്കണെ നമ്മൾ ഡോപ്പ് ചെയ്യണം. അപ്പോൾ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ എന്തായി? 4.5 × 10⁻9 പെർ മീറ്റർ ക്യൂബ് ആയിട്ട് മാറി. അതിൽ നമ്മൾ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? 4.5 × 10⁻9 പെർ മീറ്റർ ക്യൂബ് കോൺസെൻട്രേഷൻ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്: The concentration of intrinsic charge carriers in silicon crystal is about. Intrinsic charge carrier concentration എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇൻട്രിൻസിക് ചാർജ് കാരിയേഴ്സും അതുപോലെ തന്നെ ഹോൾ കോൺസെൻട്രേഷനും ഇലക്ട്രോൺ കോൺസെൻട്രേഷനും റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇക്വേഷൻ ഇതാണ്: Ni² is equal to Ne × NH. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ. അതിൽ Ni-നെയാണ് നമ്മൾ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ Ne എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, NH ഹോൾ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇതിനകത്ത് NH നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് എഴുതാം. NH is equal to എത്രയാണ്? 4.5 × 10⁻9 ആണ്. 10⁻9 m⁻³ പെർ മീറ്റർ ക്യൂബ്. അതുപോലെ തന്നെ Ne നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് ഡോപ്പ് ചെയ്തിരിക്കുന്ന ലെവൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ആറ്റംസിനെ 1 പാർട്സ് പെർ മില്യൺ ആന്റിമണി വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കാണ്. ഇത്രയും ആറ്റംസ്, അതായത് 5 × 10⁻28 ആറ്റംസിനെ 1 പാർട്സ് പെർ മില്യൺ. 1 പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/10⁻6 ആണ്. 1 പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ 1/10⁻6. ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 × 10⁻22 m⁻³ കിട്ടും. അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനും നമുക്ക് കിട്ടി, ഹോൾ കോൺസെൻട്രേഷൻ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ നമുക്ക് അതിനെ സിലിക്കന്റെ കോൺസെൻട്രേഷനെ ആന്റിമണിയുടെ കോൺസെൻട്രേഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കോൺസെൻട്രേഷൻ, ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ Ni നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ കണ്ടുപിടിക്കുക? Ni² is equal to Ne. Ne നമുക്ക് തന്നിട്ടുണ്ട് 5 × 10⁻22 നമുക്ക് കിട്ടി ഇൻറ്റു NH. NH എന്ന് പറയുന്നത് എത്രയാണ്? 4.5 × 10⁻9 ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4.5 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 225 ആണ്. 225 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പോയിന്റ് ഇട്ടു ഇൻറ്റു 10⁻22 + 9 is 31 അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഒരു പോയിന്റ് സാധനം ഇങ്ങോട്ടേക്ക് മാറ്റിയിടാം. അപ്പൊ നമുക്ക് സുഖമായിട്ട് കൂട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ എടുക്കാണ്. 225 × 10⁻30 എന്നാക്കാം. 225 × 10⁻30 അതാണ് ഇതെന്ന് പറയുന്നത്, Ni² എന്ന് പറയുന്നത്. പക്ഷെ Ni² നമുക്ക് വേണ്ട. നമുക്ക് എന്ത് മതി? ഇൻട്രിൻസിക് ചാർജ് കോൺസെൻട്രേഷൻ, കരിയർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള
ഐ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ റൂട്ട് എടുക്കും. റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 225ന്റെ റൂട്ട് എന്ന് പറയുന്നത് 15, 10⁻30യുടെ 10�5. ഇത്രയും ആയിരിക്കും എന്തെന്ന് പറയുന്നത് പെർ മീറ്റർ ക്യൂബിലുള്ള ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയും. ക്ലിയർ ആയോ? ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An n-type semiconductor silicon is obtained by doping intrinsic Si with. നമുക്ക് ഇൻട്രിൻസിക് Si, അതായത് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാം. നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് നമുക്ക് വേണ്ടത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടാനായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് സിലിക്കണെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വെച്ചിട്ട് വേണം നമ്മൾ ഡോപ്പ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് സിലിക്കൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനെ അലുമിനിയം വെച്ച് ഡോപ്പ് ചെയ്യണോ, ബോറോൺ വെച്ച് ഡോപ്പ് ചെയ്യണോ, ഫോസ്ഫറസ് വെച്ച് ഡോപ്പ് ചെയ്യണോ, അതുപോലെ ഇൻഡിയം വെച്ച് ഡോപ്പ് ചെയ്യണോ? നമുക്ക് ഇതിന്റെ അകത്ത് അലൂമിനിയം എന്ന് പറയുന്നത് 13 ഗ്രൂപ്പ് എലമെന്റ് ആണ്. അതുപോലെ തന്നെ ഫോസ്ഫറസും ഇൻഡിയം. ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് എലമെന്റ് ആണ്? നമ്മൾ ഇങ്ങനെ പഠിച്ചിരിക്കുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ഏത് ഗ്രൂപ്പിലെ എലമെന്റ്സിനെ വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യേണ്ടത്? അതായത് ഈ സിലിക്കൺ എന്ന് പറയുന്നത് സിലിക്കൺ ജെർമേനിയൊക്കെ 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് സിലിക്കണും ജെർമേനിയൊക്കെ. അപ്പൊ സിലിക്കൺ നമ്മൾ ഡോപ്പ് ചെയ്യണമെങ്കിൽ എൻ ടൈപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 15 ഗ്രൂപ്പിലെ എലമെന്റ്സ് വെച്ചിട്ട് ഡോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പി ടൈപ്പ് ആണ് കിട്ടണമെങ്കിൽ 13th ഗ്രൂപ്പിലെ എലമെന്റ്സിനെ വെച്ച് ഡോപ്പ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ പറയുന്നതാണ് പെന്റാവാലന്റ്, ട്രൈവാലന്റ്. 15th ഗ്രൂപ്പിലെ വെച്ച് എലമെന്റ്സ് ആണെങ്കിൽ നമ്മൾ പറയും അവരെ പെന്റാവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യണം. അതുപോലെ തന്നെ 13th വെച്ചിട്ടാണ് ഡോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ട്രൈവാലന്റ് എലമെന്റ്സ് ആണ് അതെന്ന് പറയുന്നത്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എൻ ടൈപ്പ് ആണ്. ഇതിലിപ്പോ എൻ ടൈപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ വെച്ചിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യണം. ഇതിൽ 15th ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ഫോസ്ഫറസ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഫോസ്ഫറസ്.